السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ തുടർച്ചയെ ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ എന്തുകൊണ്ടും വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നവനാസ്തികത, മതഭ്രമത്തിന്റെ ഇടകലർച്ചകൾ. നവനാസ്തികതയും മതഭ്രമവും എന്താണ് ഇവ തമ്മിലുള്ള പ്രശ്നം? എവിടെയാണ് ഇവർ കോൺഫ്ലിക്റ്റ് സംഭവിക്കുന്നത്? ഇവിടെയാണ് നാം നവനാസ്തികത എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. നാസ്തികത എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ കീഴിൽ, ഒരു ദൈവത്തിന്റെ സൃഷ്ടിയിൽ അല്ല ഈ ലോകം ഉണ്ടായത് എന്ന വിശ്വാസമാണ്. അഥവാ ദൈവമെന്ന ഒരു എൻറ്റിറ്റിയെ പൂർണ്ണമായും നിരാകരിക്കുക. ഈ ഒരു വിശ്വാസത്തിന്റെ ബേസിലാണ് നാസ്തികത ഉണ്ടായിരിക്കുന്നത്. ഇതല്ലാതെ സന്ദേഹവാദം എന്ന പേരിൽ മറ്റു പല വാദങ്ങളും ഉണ്ട്. അഥവാ ലോകം ഇന്ന് മറ്റാരുടെയോ നിയന്ത്രണത്തിൽ, മറ്റാരുടെയോ ഭാവനയിലുള്ളതാണെന്നും നമ്മളൊക്കെ ആരുടെയോ ലാബിലെ പരീക്ഷണ വസ്തുക്കളാണെന്നും എന്നുള്ള നെറേറ്റീവുകളാണ് ഈ സന്ദേഹവാദങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത്. നവനാസ്തികതയുടെ ചരിത്രം നോക്കിയാൽ 21-ാം നൂറ്റാണ്ടിലാണ് പ്രധാനമായും നാസ്തികത അതിന്റെ ഒരു പുതിയൊരു തലത്തിലേക്ക് എത്തുന്നത്. 9/11 എന്ന യുദ്ധത്തിന് ശേഷം, എന്ന ഒരു സ്ഫോടനത്തിന് ശേഷം ഇസ്ലാമിനെതിരെ കൂടുതലായി വിമർശനങ്ങൾ ഉന്നയിക്കാൻ നാസ്തികർ തയ്യാറായി. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 9/11 എന്ന സ്ഫോടനം ഉണ്ടാക്കിയത് മുസ്ലിംകളല്ല, പകരം തീവ്രവാദികളായിരുന്നു. തീവ്രവാദികൾ എന്ന് വെച്ചാൽ മതഭ്രമം കൂടുതലായവർ. അതുകൊണ്ട് തന്നെയാണ് നവനാസ്തികതയും മതഭ്രമവും രണ്ട് വിപരീത ദിശയിൽ നിന്ന് ഇടകലരുന്നത്. നവനാസ്തികതയുടെ ആരംഭ കാലഘട്ടം നോക്കിയാൽ 4 ഹോഴ്സ്മെൻ എന്നറിയപ്പെടുന്ന 4 ആളുകളാണ് അവരുടെ പ്രധാന അടിസ്ഥാനമായി ഉപയോഗിക്കുന്നത്. ഈ 4 ആളുകളെയാണ്: റിച്ചാർഡ് ഡോക്കിൻസ്, സാം ഹാരിസ്, ക്രിസ്റ്റഫർ ഹിച്ചൻസ്, ഡാനിയൽ ഡെന്നറ്റ്. ഈ 4 ആളുകളെയാണ് പ്രധാനമായും നാസ്തികത തെളിവുകളായി ഉദ്ധരിക്കാറുള്ളത്. ഇവരുടെ ചിന്തകളിൽ നിന്ന് ഉയർന്നു വന്ന ആശയങ്ങൾ റിച്ചാർഡ് ഡോക്കിൻസ് തന്റെ ദ ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകത്തിൽ എഴുതി പ്രചരിപ്പിക്കുന്നു. അതിന്റെ മലയാള പരിവർത്തനം കേരളത്തിൽ പിന്നീട് സി രവിചന്ദ്രൻ നാസ്തികനായ ദൈവം എന്ന പേരിൽ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ദ എൻഡ് ഓഫ് ഫെയ്ത്ത് എന്ന പേരിൽ സാം ഹാരിസും പുസ്തകം എഴുതിയിട്ടുണ്ട്. മറ്റ് 2 ആളുകളായ ക്രിസ്റ്റഫർ ഹിച്ചൻസ് ഗോഡ് ഈസ് നോട്ട് ഗ്രേറ്റ്, ഡാനിയൽ ഡെന്നറ്റ് മതങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നൽകാൻ ശ്രമിച്ചു. ഇവരുടെയൊക്കെ പ്രശ്നം, ഇവർ മതത്തെ വിശദീകരിക്കുമ്പോൾ ശാസ്ത്രത്തെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്. എന്നാൽ മതത്തിന്റെ അടിസ്ഥാന ആശയങ്ങളൊന്നും ശാസ്ത്രത്തിൽ ഉൾക്കൊള്ളുന്നതല്ല. കാരണം ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ വിശദീകരിക്കാനാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്. എന്നാൽ മതം അങ്ങനെയല്ല. ദൈവത്തിന്റെ കൽപ്പനകളും അള്ളാഹു എന്താണോ നമുക്ക് കൽപ്പിച്ചത് ആ കാര്യങ്ങളൊക്കെ അടങ്ങുന്നതാണ് മതത്തിന്റെ ഒരു രീതിശാസ്ത്രം. അതുകൊണ്ട് തന്നെ രണ്ടും 2 ദിശയിലൂടെ പോകുന്നതാണ്. ഇസ്ലാമിനെ ശാസ്ത്രീയമായി നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന നിലക്ക് നമുക്ക് അതിനെ വിശദീകരിക്കാൻ സാധിക്കും. എന്നിരുന്നാലും ആ വിശദീകരണങ്ങൾ ഒരു ദൈവത്തിലേക്ക് എത്തിക്കാനുള്ള തെളിവുകളായി നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. പിന്നെ എവിടെയാണ് നാം ദൈവത്തിലേക്കുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടേണ്ടത്? ഇവിടെയാണ് നവനാസ്തികതയുടെ പ്രശ്നം നിലനിൽക്കുന്നത്. നേരത്തെ പറഞ്ഞു, നവനാസ്തികത അടിസ്ഥാനപ്പെടുത്തുന്നത് ശാസ്ത്രീയ സത്യങ്ങളെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ദൈവത്തെ സ്ഥിരപ്പെടുത്തും? അതിനുപയോഗിക്കുന്നതാണ് ഫിലോസഫിക്കൽ ടേംസ് ഉപയോഗിച്ച്. വെസ്റ്റേൺ ആയാലും ഇസ്ലാമിക് ഫിലോസഫി ആയാലും അതിന്റെ ടേംസുകൾ ഉപയോഗിച്ചാണ് നാം ദൈവത്തെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കാറ്. ഈ അടുത്തിടെ നടന്ന ഒരു സംവാദത്തിൽ ഫിലോസഫിയൊക്കെ ഒരു സ്യൂഡോ സയൻസ് ആണെന്ന് വാദിച്ച നാസ്തികരെ ഓർക്കുന്നു. എന്നാൽ ആ സംവാദം തന്നെ നിലനിൽക്കുന്നത് ഫിലോസഫിക്കൽ റൂട്ട്സിലൂടെയാണ്. കാരണം സംവാദത്തിന്റെ അടിസ്ഥാനം ലോജിക്കാണ്. ലോജിക് എന്നാൽ ഫിലോസഫിയുടെ ഒരു വിഭാഗം കൂടിയാണ്. ഫിലോസഫി ചർച്ച ചെയ്യുന്നത് എപ്പിസ്റ്റമോളജി, ലോജിക്, എസ്തെറ്റിക്സ് തുടങ്ങിയ മെറ്റാഫിസിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. ശാസ്ത്രത്തിലും
ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെയാണ് മെറ്റാഫിസിക്സിലൂടെ ചർച്ച ചെയ്യുന്നത്. അറിവിന്റെ ഉത്ഭവമാണ് എപ്പിസ്റ്റമോളജിയിലൂടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നവനാസ്തികർ ഉയർത്തിക്കാട്ടുന്ന ശാസ്ത്രത്തിന് ബദലായിട്ട് തന്നെ നമുക്ക് ഫിലോസഫിയെ ചൂണ്ടിക്കാട്ടാൻ സാധിക്കും. ഏതായാലും നവനാസ്തികർ ഫിലോസഫിയെ തള്ളുന്ന പക്ഷം നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് തന്നെ കൂടുതൽ തെളിവുകൾ നൽകേണ്ടതായി വരും. അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അള്ളാഹുവിനെ തെളിയിക്കാൻ ഒന്നാമത് നമുക്ക് വേണ്ടത് ഭൂമിയുടെ സൃഷ്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലേക്കുള്ള എത്തിനോട്ടമാണ്. അള്ളാഹുവിനെ തെളിയിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിരിക്കെ ശാസ്ത്രത്തെ അവലംബിക്കുക എന്നുള്ളത് തീർത്തും എന്നല്ല, ചെറിയ തോതിൽ തെറ്റായ കാര്യമാണ്. കാരണം ശാസ്ത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ചെറിയ തോതിൽ ഒരു തെളിവുകൾ സമർപ്പിക്കാൻ സാധിക്കും. ആ ശാസ്ത്രീയ തെളിവുകൾ സമർത്ഥിക്കുന്ന വീഡിയോകൾ ഇബ്രാഹിം സഖാഫി ഉസ്താദിന്റെ വീഡിയോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇനി നവനാസ്തികതയുടെ ശാസ്ത്രം എന്ന സത്യം നമുക്ക് കൂടുതലായി അവലംബിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നാണ്. കാരണം ശാസ്ത്രം ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ്. കാരണം ഇന്ന് ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിനൊരു സത്യം ലഭിച്ചു, അത് നാളെ ആകുമ്പോൾ മാറിയേക്കാം, അങ്ങനെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നവനാസ്തികത ശാസ്ത്രത്തിൽ വിശ്വസിക്കുമ്പോഴും ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് ശാസ്ത്രത്തിൽ വിശ്വസിക്കാൻ സാധിക്കുകയില്ല. ഇനി വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് കടക്കാം. നവനാസ്തികത ഇടകലരുന്ന മതഭ്രമം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല. തീവ്രവാദവും മറ്റു വർഗീയവാദങ്ങളെല്ലാം ഇസ്ലാം തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരെ തിരിയുന്ന എല്ലാ നവനാസ്തികത നെറേറ്റീവുകളും നാം വിമർശിക്കപ്പെടേണ്ടതുണ്ട്. മുസ്ലിം എന്ന നിലയിൽ നാം ഓരോ വിമർശനങ്ങളും ഉന്നയിക്കേണ്ടത് ഉന്നയിക്കേണ്ടതുണ്ട്. കാരണം നവനാസ്തികത അവർ ശ്രദ്ധിക്കുന്നത് ഇസ്ലാമിലെ തീവ്രമായ വിഭാഗങ്ങളെയാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്. അവയൊക്കെയും വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരാണ് നാസ്തികർ. അത് തീർത്തും തെറ്റായ കാര്യമാണ്. കാരണം ഇസ്ലാം എന്നത് പണ്ഡിതന്മാർ നമുക്ക് കൈമാറി വന്ന ഒരു പാരമ്പര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചു, ഒരു വൈജ്ഞാനിക പാരമ്പര്യമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പാരമ്പര്യത്തിലൂടെയാണ് ഇസ്ലാം നമുക്ക് കൈമാറി വന്നിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നവനാസ്തികർ പറയുന്ന മതഭ്രമം എന്ന ആശയം തീർത്തും നാം സ്വീകരിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാകുന്നത്. നവനാസ്തികർ ഇസ്ലാമിനെതിരെ തിരിയാൻ ഉപയോഗിച്ച മതഭ്രമം എന്ന ആശയത്തോടൊപ്പം, തീവ്രവാദം എന്ന ആശയത്തോടൊപ്പം അവർ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2000-ന് ശേഷം ലോകത്ത് പോലെ കേരളത്തിലും നാസ്തിക സമൂഹം കേരളത്തിൽ വർദ്ധിച്ചു വന്നു. നാസ്തികനായ സി രവിചന്ദ്രന്റെ കീഴിൽ എസൻസ് എന്ന ഒരു സംഘടന രൂപീകരിക്കുകയും അതിനു മുമ്പേ തന്നെ 1920-കളിൽ യുക്തിവാദി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിരുന്നു. യുക്തിവാദി എന്ന പേരിൽ മാസികകളും ഇറങ്ങിയിരുന്നു. എന്നിരുന്നാലും കൂടുതൽ ശക്തി പ്രാപിച്ചത് 2000-ങ്ങൾക്ക് ശേഷമാണ്. ആഗോള തലത്തിൽ നാസ്തികത എങ്ങനെയാണോ ഇസ്ലാമിനെയും ക്രിസ്തീയ സഭകൾക്കെതിരെയും പ്രത്യേകിച്ച് ഇസ്ലാമിനെതിരെയും തിരിഞ്ഞത്, അതേപോലെ തന്നെ കേരളത്തിലും നാസ്തികർ ഇസ്ലാമിനെതിരെ തിരിയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കേരളത്തിലും മതഭ്രമത്തിന്റെ ഇടകലർച്ചകൾ കൂടുതൽ കാണാനിടയായി. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള വഹാബി സലഫികളെ പോലെയുള്ള ആശയക്കാർ അവർ മുന്നോട്ട് വെക്കുന്ന തീവ്രമായ ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ, ആ ആശയങ്ങൾക്കെതിരെ ഒരു വിധത്തിൽ നാസ്തികർ ഇടപെടുമ്പോഴും സുന്നികൾ ആ വിഷയത്തിൽ കൂടുതലായി ഇടപെടേണ്ടതുണ്ട്. കാരണം സുന്നികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആശയങ്ങളും നമുക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കൂടുതലായി പ്രചരിപ്പിക്കേണ്ടത് നമ്മളാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നാസ്തിക സമൂഹത്തിന്റെ എല്ലാ ചതികൾ നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ തയ്യാറാകണമെന്ന ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.